പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ചെങ്കോട്ടയിൽ ദീർഘവീക്ഷണത്തോടുകൂടി ഭാവിയെക്കുറിച്ച് വളരെ പ്രതീക്ഷയോടുകൂടി ചില കാര്യങ്ങൾ പങ്കുവച്ചു. എന്നാൽ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് അതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. മോദി RSSനോട് സമയം നീട്ടി ചോദിച്ചിരിക്കുകയാണ്. 75 വയസ്സിൽ വിരമിക്കണം എന്നുള്ള ആ തീരുമാനം പുനഃപരിശോധിക്കണം എന്ന് മോദി ഒരു ആവശ്യം RSSൻ്റെ മുന്നിൽ വച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് അവർ അതിനെ വ്യാഖ്യാനിക്കുന്നത്. എന്താണ് സാർ ഈ മോദിയുടെ പ്രസംഗവും അദ്ദേഹത്തിൻ്റെ ഈ വിരമിക്കലും കോൺഗ്രസിൻ്റെ ഈ വ്യാഖ്യാനവും കൂടെ ആകെ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്താണ് ശരിക്കും മോദി എന്താണ് പറഞ്ഞത്? കോൺഗ്രസ് അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഈ RSSനെ മോദി പ്രകീർത്തിച്ചു ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ. അതിലാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ആദ്യം ഇളകിയിരിക്കുന്നത്. RSSനെ പ്രകീർത്തിച്ചതിൽ എന്താ കുഴപ്പം? RSSനെ പ്രകീർത്തിച്ചതിലൂടെ ഈ വിരമിക്കൽ പ്രായം 75 നിന്ന് കുറച്ച് നാളും കൂടെ നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് മോദി നടത്തുന്ന ഒരു റിക്വസ്റ്റാണ് ഈ എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. അല്ല, ഞാൻ അതിനിടയ്ക്ക് മുമ്പായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ എപ്പോൾ വിരമിക്കണം എന്ന് തീർച്ചപ്പെടുത്തുന്നത് കോൺഗ്രസ് ആണ്. 75 95 ആയാൽ കോൺഗ്രസ്സുകാർക്ക് എന്താ? അല്ല, അതിനകത്ത് എന്തെങ്കിലും പ്രധാനമന്ത്രി ആകുന്നതിന് ഇത്ര പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല സാർ, എൻ്റെ അറിവിൽ അങ്ങനെ ഒരു പ്രായപരിധി ഇല്ല. മാത്രമല്ല ഇന്ന പ്രായത്തിൽ വിരമിച്ചു കൊള്ളണം എന്നും പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചു കൊള്ളണം, അല്ലെങ്കിൽ ഈ പറയുന്ന ഇതുപോലെയുള്ള പദവികളിൽ നിന്ന് വിരമിച്ചു കൊള്ളണം എന്ന് എവിടെയെങ്കിലും ഒരു നിയമമുള്ളതായി ഞാൻ കേട്ടിട്ടില്ല. അല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും അത് അവരുടെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, RSSന്റെയും BJPയുടെയും. അതിനകത്ത് എന്തിനാ ഇവർ കയറി തലയിടുന്നത്? ഈ കാർഗയെ തൂക്കിക്കൊണ്ടല്ലേ ഇവർ പോകുന്നത്? നേരെ നടക്കാൻ കഴിയത്തില്ലല്ലോ മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന ഈ കോൺഗ്രസ് അധ്യക്ഷൻ സോണിയാഗാന്ധിയുടെ അടുക്കളക്കാരൻ. എന്നിട്ടാണോ ഇവർ ഇതിനെ പ്രധാനമന്ത്രിയെ പറ്റി പറയുന്നത്? ഇങ്ങേരാണ് തുടങ്ങി വെച്ചത്. നമ്മുടെ അരവിന്ദ് കേജ്രിവാൾ ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ മോദി 75 വിരമിക്കുമോ എന്ന് തുടങ്ങി വെച്ചു. ഇതെന്തിനാ അവര് ചർച്ച ചെയ്യുന്നത്? എന്തിനാ ഡൽഹിയിലെ ജനങ്ങൾ അതിനു മുമ്പ് VRS കൊടുത്തു. അതെ, VRS കൊടുത്ത് വീട്ടിൽ പറഞ്ഞു. ഇപ്പൊ കേൾക്കാനുമില്ല. ഇന്ത്യ മുന്നണിയുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുകയാണെന്ന് തോന്നുന്നു. അല്ല, ഞാൻ ചോദിച്ചിട്ടെ, ഇവിടെ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായത് എത്രാമത്തെ വയസ്സിൽ? എന്റെ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് 84 83 എന്തായാലും 80 മുകളിൽ. അതെ, 80 മുകളിൽ ആണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചോട്ടെ, അല്ല ഇപ്പൊ പിണറായി വിജയന് വയസ്സ് എത്ര? ഇനി 80 വയസ്സാകുന്നു. ഇനിയും തുടർഭരണം കിട്ടുകയാണെങ്കിലും മുഖ്യമന്ത്രി 5 കൊല്ലം അദ്ദേഹം തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി. അപ്പോൾ ഇതിനകത്ത് BJPയുടെ ഒരു ബ്രെയിനാണ് RSS എന്ന് പറയുന്നത്. അവർ തീർച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ ഇവർക്ക് ഇടപെടേണ്ട കാര്യമില്ല. ഇവർ വിചാരിക്കുന്ന എന്താണ്? മോദിയെ 75 വയസ്സാകുമ്പോൾ ഇറക്കാം. അപ്പോൾ BJPയുടെ ഈ ഗ്ലാമർ എല്ലാം അങ്ങ് പോകും. BJP ശിഥിലമാവും. മോദിയുടെ വ്യക്തിപ്രഭാവത്തിലാണ് ഇങ്ങനെ. സാർ, മോദിക്ക് വ്യക്തിപ്രഭാവം ഉണ്ട് എന്ന് കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ട്. അത് നേരിട്ട് പറയത്തില്ല. അപ്പൊ മോദി ഇറങ്ങുന്നതോടുകൂടി 75 ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന BJP വീഴും. അപ്പോൾ പിന്നെ പപ്പുമാന്റെ ആഗ്രഹം സഫലമാകും എന്നുള്ള രീതിയിലാണ് ഇവര് നിൽക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഇവർ ഇങ്ങനെ ആലോചിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഇവര് മോഹൻ ഭാഗവതിന്റെ ഒരു പ്രസംഗത്തിൽ ആണ് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായപ്പോഴാണ് അത് വെച്ച് പിടിച്ചിരിക്കുകയാണ്. മോദിക്ക് 75 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ മോഹൻ ഭാഗവതിനും 75 വയസ്സാകും. RSSനകത്ത് അങ്ങനെ അതിലൊരു ലിഖിതമായിട്ടുള്ള ഒരു നിയമമൊന്നുമില്ല. ആജീവനാന്തം അവിടെ ഇരിക്കാം, അല്ലേ? മോഹൻ ഭാഗവതർ ആ പദവിയിൽ തുടരാം. അല്ലാതെ ഇതെന്തിനാ ഇവർ RSSനെ ചോദ്യം ചെയ്യുന്നത്? ഈ അഖില ഭാരതീയ കാര്യകാരിണി സഭയുണ്ട്, അവരാണത് തീരുമാനിക്കുന്നത്. കഴിഞ്ഞ സർസംഘചാലകിനെ ഏജ് പറഞ്ഞിട്ടില്ല.
സുദർശൻ എന്ന് പറയുന്ന മുമ്പ് ഇരുന്ന എസ് സുദർശൻ എന്ന് പറയുന്ന സർസംഘചാലകനെ അവർ ആ സ്ഥാനത്തുനിന്ന് മാറ്റുന്നത് അദ്ദേഹം തന്നെ മാറാൻ സ്വയം തയ്യാറായി. അതിന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഓർമ്മ കുറവ് അനുഭവപ്പെടുന്നു, അപ്പോൾ ഞാൻ ഇനി ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. അദ്ദേഹത്തിന് മറ്റ് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഈ ഓർമ്മക്കുറവ് പല കാര്യങ്ങളിലും അദ്ദേഹം തന്നെ അത് മനസ്സിലാക്കുമല്ലോ. അങ്ങനെ മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു ഞാൻ മാറാൻ തയ്യാറാണ്, എന്നെ മാറ്റണം എന്ന് അദ്ദേഹം ഒരു റിക്വസ്റ്റ് മുന്നോട്ട് വെച്ചു. അത് അഖില ഭാരതീയ കാര്യകാരിണി സഭ ചർച്ച ചെയ്തു. അവരാണ് ശരി എന്നാൽ അദ്ദേഹം മാറട്ടെ, അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ തീരുമാനിക്കുകയായിരുന്നു. പകരം അന്ന് സഹസർക്കാര്യവാഹ, അതായത് RSSന്റെ അഖില ഭാരതീയ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ഇദ്ദേഹത്തെ, മോഹൻജി ഭാഗവതിനെ, താരതമ്യേന ചെറുപ്പം, അന്ന് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഒരു 60 വയസ്സ് ഒക്കെ വരുള്ളൂ എന്നാണ് തോന്നുന്നത്. 2009 അദ്ദേഹത്തെ ഈ സ്ഥാനത്തേക്ക്, 59-60 വയസ്സ് ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം അന്ന്, അദ്ദേഹത്തെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. ഇനി ഇതിനകത്ത് വേറൊരു കാര്യങ്ങളുണ്ട്. RSSന്റെ വയസ്സ് 100ആയി, പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. അതേ അവസരത്തിൽ ഇന്ത്യയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIക്ക് 100 വയസ്സ്, രണ്ടും എവിടെ നിൽക്കുന്നു? ഒന്ന് കുറ്റിയേറ്റു പോയി. അതായത് ഒരു കാലത്ത് ഡാംഗയെ പോലുള്ള ഒരാൾ വിരൽ ചൂണ്ടിയാൽ ബോംബെ നഗരം നിശ്ചലമാകുന്ന ഒരു കാലമുണ്ടായിരുന്നു, അല്ലേ? അങ്ങനെയുള്ള ഒരു പാർട്ടിയാണ് ശുഷ്കിച്ചു പോയത്. അപ്പൊ RSS എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം വളർന്ന് പന്തലിക്കുമ്പോൾ ഇത് ഉൾക്കൊള്ളാനും ഇവർക്കാർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഇപ്പം മോദിയെ മൊത്തത്തിൽ ഇവർക്ക് തകർക്കുക എന്നുള്ളതാണ്. മോദി മാറിക്കഴിഞ്ഞാൽ BJP വീഴും. അതാണ് ഇവർക്ക് ഈ 75 സെപ്റ്റംബർ ആകാൻ വേണ്ടി കോൺഗ്രസ് കാത്തിരിക്കുകയാണ്. ഒക്ടോബറിൽ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ ഒക്ടോബറിൽ കോൺഗ്രസുകാർക്ക് അധികാരത്തിൽ വരാമെന്നുള്ള ഒരു തോന്നലാണ്, ഒരു സ്വപ്നം കണ്ടിരിക്കുന്നവരാണ് ഇവരെന്നുള്ളതാണ്. യഥാർത്ഥത്തില് RSSനെ മോദി ചെങ്കോട്ട പ്രസംഗത്തിൽ പ്രകീർത്തിച്ചാൽ പിറന്നാൾ ആയതുകൊണ്ടാണ്. അല്ല, എന്താ പ്രകീർത്തിച്ചാൽ എന്താ? മോദി RSS പ്രചാരകനായിരുന്ന ആളാണ്. അദ്ദേഹം RSSന്റെ പ്രചാരകനായിരുന്നു. അവിടെ നിന്ന് RSS BJPയിലേക്ക് നൽകിയതാണ് അദ്ദേഹത്തെ. ഈ യഥാർത്ഥത്തില് മോദിയുടെ ഈ ചെങ്കോട്ട പ്രസംഗം എന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യദിന പ്രസംഗമാണ്. സാധാരണ ഈ പ്രധാനമന്ത്രിമാരുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം എന്നൊക്കെ പറയുന്നത് അത് വെറും ഒരു എഴുതി വായിക്കില്ല. അത് അന്നത്തെ ദിവസം പോലും അതിന് ലൈഫില്ല. ഇത് പക്ഷേ എനിക്ക് തോന്നുന്നു മോദി അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയ ഏറ്റവും വലിയ പ്രസംഗമാണ് ചെങ്കോട്ട എടുത്തു എന്നുള്ളതാണ്. ഈ പ്രസംഗത്തിൽ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ളതാണ്. ഇനി അങ്ങോട്ടുള്ള ഒരു 10-15 വർഷക്കാലത്തെ ഇന്ത്യയെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല സാർ, അദ്ദേഹം ആ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ട് ഇക്കുറിയും പറഞ്ഞു, സ്വാതന്ത്ര്യദിനത്തിലും അദ്ദേഹം പറഞ്ഞു, ഞങ്ങളോട് അനാവശ്യമായി കളിക്കാൻ വരണ്ട. അസിം മുനീറിനോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അവിടെ ഇരുന്ന് ഈ വീരവാദം മുഴക്കുന്ന പോലെയല്ല, കളത്തിലിറങ്ങിയ പിന്നെ നിന്റെ പൊടി ബാക്കി വെച്ചേക്കില്ല എന്ന് തന്നെയാണ് പറയാതെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു പ്രസംഗമാണ്. എല്ലാവരുടെയും പ്രസംഗം, ചെങ്കോട്ട പ്രസംഗം ചരിത്രം രേഖപ്പെടുത്തില്ല. മോദി ഇതിപ്പോ അദ്ദേഹം 12ാമത്തെ പ്രസംഗമാണ് ചെങ്കോട്ടയിൽ നടത്തുന്നത്. ഇടയ്ക്ക് ആരോ വെല്ലുവിളിക്കുന്ന കേട്ടു, ഇനി മോദി ചെങ്കോട്ടയിൽ പ്രസംഗിക്കില്ല എന്നൊക്കെ. വീട്ടിലായിരിക്കുന്നു, കാർഗയാണ്. അതൊക്കെ ഇപ്പോ വെള്ളത്തിൽ വരച്ച വര പോലെയായി. മോദി 12ാമത്തെ തവണ തുടർച്ചയായിട്ട് 1 ഡസൻ പ്രസംഗങ്ങളായി ചെങ്കോട്ടയിൽ. ഇനിയും അദ്ദേഹം തന്നെ ഈ 5 കൊല്ലവും അദ്ദേഹം തന്നെ അത് പൂർത്തിയാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് ഇതിനെ ഇത്തരത്തിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസിന് തന്നെ ഒരു തിരിച്ചടിയായി മാറും. അവർ കരുതുന്ന പോലെ അല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയം അവരുടെ കൈപ്പിടിയിൽ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. പണ്ട് അതിനെ നിയന്ത്രിച്ചത് അവരായിരുന്നു, അവർക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നു, അത് കഴിവുള്ള നേതാക്കൾ അതിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ അന്നത്തെ കോൺഗ്രസിന്റെ ഒരു പ്രേതം പോലും അല്ല ഇപ്പോഴുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.